സ്റ്റൈൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വേനലൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ചൂടെടുത്തിരിക്കുകയായിരിക്കും. അത് പ്രമാണിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫലൂദയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫലൂദയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മാംഗോ ഷേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലും മാങ്ങയും കൂടെ വെള്ളം കൂട്ടാതെ അടിച്ചത്, ഇത് രണ്ടും ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയതിന് ശേഷമാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇളനീരാണ്. ഇളനീരില്ലാത്തവർ ലേശം തളിര് തേങ്ങ പഞ്ചസാരയും കൂട്ടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി ഒന്നുകൂടെ അടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് കസ്റ്റാർഡാണ് വേണ്ടത്. ഇത് സ്ട്രോബെറിയുടെ കസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ കുറച്ച് ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഐസ്ക്രീമും കൂടെ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മാംഗോ പ്യൂരിയാണ്. മാങ്ങ വെള്ളമൊന്നും കൂട്ടാതെ വരെ പഞ്ചസാര കൂട്ടി അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഫ്രൂട്ട്സ് ആപ്പിൾ, പൈനാപ്പിൾ, മാംഗോ, അതുപോലെ കുറച്ച് കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഫ്രൂട്ട് ഏതാണോ വെച്ചാൽ അതെടുക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴം, നേന്ത്രപ്പഴമോ മൈസൂർപ്പഴമോ ഒക്കെ ആക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ജ്യൂസ് ഗ്ലാസ്സിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ലെയറായിട്ട് ഞാൻ മാംഗോ ഷേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാംഗോ ഷേക്ക് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് മാംഗോ ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മാംഗോ ഷേക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിലോട്ടൊരു തുള്ളി ഇളനീര് ചേർത്ത് കൊടുക്കുകയാണ്. ഇളനീര് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇളനീരിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഫ്രൂട്ട്സിൻ്റെ ഒരു ലെയറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഫ്രൂട്ട്സ് കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളതിന് മുകളിലായിട്ട് മാംഗോ പ്യൂരി, മാങ്ങ പഞ്ചസാരയും കൂട്ടി അടിക്കുക. അപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ, വെള്ളം ചേർക്കരുത്. ദെൻ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കസ്റ്റാർഡ് ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, പാലിൽ ലേശം വാനില എസൻസും ചേർത്ത് പഞ്ചസാരയും അതുപോലെ കുറച്ച് കോൺഫ്ലോറും കൂട്ടി ഇളക്കി കട്ടിയാകുമ്പോൾ ഇറക്കി വെച്ചാൽ മതി. ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ എന്താണ് ഐസ്ക്രീം തൂവി കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന കുറച്ച് ഫ്രൂട്ട്സ് ഞാനൊരു ഭംഗിക്ക് കുറച്ചുകൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കറുപ്പ് മുന്തിരി കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കസ്കസ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് വെള്ളത്തിൽ കുതിർത്തി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ഉഷാറാവും. സേമിയ വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പൊളിക്കും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്തതാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലോട്ട് വീണ്ടും വരിക. ബൈ ബൈ.